ഇനി അയോധ്യയിലേക്ക് വിശ്വാസികളുടെയും സഞ്ചാരികളുടെയും പ്രവാഹമായിരിക്കും. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിക്കുന്നതോടെ രാമക്ഷേത്രം കാണാനും ദർശനം നടത്താനും എത്തുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധമുള്ള സജ്ജീകരണങ്ങളാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഒരുക്കുന്നത്. അയോധ്യപുരിയിൽ നിരവധി ഹോട്ടലുകളും ടെന്റ് സിറ്റികളും ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ തനിമയുള്ള ഭക്ഷണ വിഭവങ്ങൾ വിളമ്പാനും വരുന്നവർക്ക് സുഖകരമായ താമസമൊരുക്കാനും ഇവർ മത്സരിക്കുകയാണ്. അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നേരിട്ട് തന്നെ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് ടെന്റ് സിറ്റികൾ പൂർത്തിയായത്. സരയൂ നദിക്കരയിൽ വരെ താമസത്തിന് അവസരം നൽകുന്നതാണ് ഇവ. ശ്രമഫലമായി സരയൂ നദിക്കരയിൽ താമസിക്കാനുള്ള അവസരവും സജ്ജമായി. അയോധ്യയിൽ ഒരുക്കുന്ന ടെന്റ് സിറ്റികൾ പുതിയൊരു പരീക്ഷണമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അയോധ്യപുരി ഒരുങ്ങുന്നത്. നഗരം എങ്ങനെയാകണമെന്ന ആശയം ആവിഷ്കരിച്ചതും നിർദ്ദേശങ്ങൾ നൽകിയതും യോഗിയാണ്. അയോധ്യയുടെ ആധ്യാത്മിക ചൈതന്യം പൂർണ്ണമായി അനുഭവിക്കാനാവുന്ന തരത്തിൽ പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നഗരവികസനത്തിൽ നടപ്പാക്കിയത്. അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ടെന്റ് സിറ്റികളിൽ ഡബിൾ ഒക്യുപ്പൻസി ലക്ഷറി സെമി ലക്ഷറി സ്യൂട്ടുകളാണ് തയ്യാറായിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർ സന്ദർശനത്തിനെത്തിയാലും താമസ സൗകര്യത്തിനായി ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്നാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി പറയുന്നത്. ന്യൂ ഗ്രാൻഡ് അയോധ്യയിലേക്ക് തീർത്ഥാടക സഹസ്രങ്ങളെ ഊഷ്മളമായി വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അയോധ്യയിലെത്തും. രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22-നാണെങ്കിലും ജനുവരി 16 മുതൽ വിശ്വാസികളെയും സന്ദർശകരെയും അയോധ്യയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അയോധ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ശ്രീ റാം മന്ദിർ തീർത്ത് ക്ഷേത്ര ട്രസ്റ്റും അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് ടെന്റ് സിറ്റികൾ ഒരുക്കുന്നത്. മജാഗുപ്തർ ഘട്ടിൽ 20 ഏക്കറിൽ ആണ് ഒരു ടെന്റ് സിറ്റി ഒരുങ്ങുന്നത്. ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ താമസിപ്പിക്കാനാകും. ബ്രഹ്മകുണ്ടിൽ 35 ടെന്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. രാംകഥാ പാർക്കിൽ 30 ടെന്റുകളുടെ മറ്റൊരു ടെന്റ് സിറ്റിയും ഒരുങ്ങുന്നുണ്ട്. ബാഗ് ബൈജൻസിയിൽ റാം മന്ദിർ തീർത്ത് ക്ഷേത്ര ട്രസ്റ്റ് 25 ഏക്കറിലാണ് ടെന്റ് സിറ്റി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെയും ആയിരക്കണക്കിന് പേർക്ക് താമസ സൗകര്യം ഉണ്ടാകും. കർസേവക്പുരം, ശ്രീ മണിറാം ദാസ് ചാവ്നി എന്നിവിടങ്ങളിലെല്ലാം ജനുവരി ആദ്യവാരത്തോടെ ടെന്റ് സിറ്റികൾ പൂർത്തിയാകും. ഇവിടെയെല്ലാം ഭാരതീയ ഭക്ഷണ പാരമ്പര്യം വിളിച്ചോതുന്ന വിഭവങ്ങളായിരിക്കും വിളമ്പുക. ടെന്റ് സിറ്റികളിൽ ഹെറിറ്റേജ് കോട്ടേജ് സ്റ്റേ ഫീൽ നൽകാനാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പദ്ധതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ വിഭവങ്ങളും ഇവിടെ ലഭിക്കും. ഓരോ സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് അവരുടെ നാട്ടിലെ ഭക്ഷണം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. അവധി, ബനാറസ് രീതിയിലെ ഭക്ഷണത്തിനായിരിക്കും പ്രാമുഖ്യം. അയോധ്യയിലെത്തുന്നവർ ആ നാടിന്റെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇത്. ബ്രഹ്മകുണ്ടിലെയും രാംകഥാ പാർക്കിലെയും ടെന്റ് സിറ്റികൾ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പൂർത്തിയാക്കിയത്. ഡിസംബർ 1-ന് ബ്രഹ്മകുണ്ടിലെ ടെന്റ് സിറ്റി പ്രവർത്തന സജ്ജമായിരുന്നു. നിലവിൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം കാണാനെല്ലാമായി എത്തിയ ചിലർ ഇവിടെ താമസിക്കുന്നുണ്ട്. മില്ലറ്റ് ഡിഷുകളും റൊട്ടികളും അടക്കമുള്ള ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. കശ്മീരി വിഭവമായ മാക്കി കി റൊട്ടി, സാർസോം കാ സാഗ് എന്നിവയും ബജ്ര റൊട്ടിയും അയോധ്യയിലെ തനത് ഡിഷുകളും ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ഓരോ ടെന്റ് സിറ്റിയിലും ലഭ്യമാക്കും. പലതരം ടെന്റുകളാണ് ഓരോ സിറ്റിയിലുമുള്ളത്. നിലവാരത്തിനനുസരിച്ചാണ് ചാർജ്. ഇന്റീരിയറും മറ്റ് സൗകര്യങ്ങളും ഓരോ തിരക്കിനനുസരിച്ചും പ്രത്യേകമായി തയ്യാർ ചെയ്തതാണ്. മരത്തടിയിൽ തീർത്ത ടെന്റുകളാണ് പലതും. കസേരകൾ, സോഫകൾ, ഡൈനിങ് ലോഞ്ചുകൾ, റൂം ഹീറ്ററുകൾ, AC-കൾ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് എന്നിവയും ടെന്റുകളിലുണ്ട്. ഓപ്പൺ എയർ തിയേറ്റർ അടക്കമുള്ള പല സംവിധാനങ്ങളും ടെന്റ് സിറ്റികളിലുണ്ട്. ക്ഷേത്ര ദർശനത്തിനും സന്ദർശനത്തിനും വരുന്നവർക്ക് വിനോദത്തിനായി നിരവധി സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. 10 വർഷം വരെ സുഗമമായി ഉപയോഗിക്കാവുന്ന വിധമാണ് ഓരോ ടെന്റും നിർമ്മിക്കുന്നത്. അയോധ്യ വലിയ അത്ഭുതങ്ങളാണ് ഓരോ സന്ദർശകർക്കായും ഒരുക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ അയോധ്യയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ടുതന്നെ സന്ദർശകർ എത്തും മുമ്പ് അയോധ്യപുരി പൂർണ്ണമായി സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി.